ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം കൊള്ളയടിക്കപ്പെട്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി SIT 7 പാളികളിലെയും പ്രഭാമണ്ഡലത്തിലെയും സ്വർണം കവർന്നെന്ന കണ്ടെത്തലാണ് SIT കോടതിയെ അറിയിച്ചത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ഉരുപ്പടികളിൽ നിന്ന് രാസമിശ്രിതം ഉപയോഗിച്ചാണ് ഈ സ്വർണം വേർതിരിച്ചതെന്നും SIT പ്രതികൾക്കായി നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കി. ദ്വാരപാലക പാളികളിലെയും കട്ടിളപ്പാളിയിലെയും മാത്രമല്ല, ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടെന്ന നടുക്കുന്ന കണ്ടെത്തലിലേക്കാണ് SIT എത്തുന്നത്. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിക്കപ്പെട്ടത് 7 പാളികളിലെ സ്വർണം. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളിരൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും തട്ടിയെടുത്തു. ഈ സ്വർണം ഒട്ടാകെ കടത്തിക്കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് രാസമിശ്രിതം ഉപയോഗിച്ചാണ് വേർതിരിച്ചതെന്നും SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവർക്കായി നൽകിയ കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. പ്രതികൾ ഹാജരാക്കിയ സ്വർണത്തേക്കാൾ കൂടുതൽ സ്വർണം ഇനിയും കണ്ടെത്താനുണ്ടെന്നും അധിക സ്വർണം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്നും SIT അപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പ്രതികളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരെ വിജിലൻസ് കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. ജനുവരി 15 വരെയാണ് റിമാൻഡ് കാലാവധി. ഇതിനിടെ അടുത്ത ആഴ്ച ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യും. പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്ന കാര്യം ഹൈക്കോടതിയെ അറിയിച്ചില്ലെന്ന് ഗുരുതര വീഴ്ച ബോധപൂർവമാണോ എന്നതാണ് SIT പരിശോധിക്കുന്നത്. ആദ്യ മൊഴി പരിശോധിച്ച ശേഷം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി തിരിച്ചറിഞ്ഞതോടെ പരമാവധി ചോദ്യം ചെയ്യലുകൾ അതിവേഗം പൂർത്തീകരിക്കാനാണ് SITയുടെ നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.